സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ പോലീസ് കേസെടുത്ത കൊച്ചി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്തിന് പിന്തുണയുമായി ഇടത് സംഘടന. സംഭവത്തിൽ ബോധപൂർവമായ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അധ്യാപക സംഘടനയുടെ നിലപാട്. എന്നാൽ വിദ്യാർത്ഥിനിയുടെ പരാതിയെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് AYF ആവശ്യപ്പെട്ടു. കൊച്ചി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ജോലി ചെയ്യുന്ന സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടറും സിൻഡിക്കേറ്റ് അംഗവുമായ PK ബേബിക്കെതിരെയാണ് വിദ്യാർത്ഥിനി പരാതി നൽകിയിട്ടുള്ളത്. നിലവിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാർച്ചിൽ നടന്ന കുസാറ്റ് കലോത്സവത്തിനിടെ PK ബേബി തന്നെ കയറി പിടിച്ചുവെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ബേബിയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പരാതി ഉന്നയിച്ചപ്പോൾ തന്നെ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെന്നുമാണ് അധ്യാപക സംഘടന ഇപ്പോൾ പറയുന്നത്. വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ രേഖാമൂലം പോലീസിൽ പരാതി നൽകി. എന്നാൽ ബേബിക്കെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടികളിലേക്ക് നീങ്ങണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും AYF ജില്ലാ സെക്രട്ടറി KR റനീഷ് പറഞ്ഞു. PK ബേബിക്കെതിരെ നിരവധിയായ ആരോപണങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത്. കൊച്ചി സർവകലാശാലയിലെ നോൺ ടീച്ചിങ് വിഭാഗത്തിൽപ്പെടുന്ന PK ബേബി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക കൈക്കലാക്കിയതിനെതിരെ AIVF അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ നിരവധിയായ പ്രക്ഷോഭങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളീയ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പവിത്രത നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരം കള്ളനാണയങ്ങളെ സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് AIVFിൻ്റെ നിലപാട്. വിദ്യാർത്ഥിനി നൽകിയിട്ടുള്ള പരാതിന്മേൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് AIVF ആവശ്യപ്പെടുന്നത്. അനധ്യാപക തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ബേബിയെ അസിസ്റ്റന്റ് പ്രൊഫസറിന് തുല്യമായ അധ്യാപക തസ്തികയിലേക്ക് നിയമിച്ചത് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. News 18 കൊച്ചി.